കോടികൾ ബാധ്യതയുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായി 10 കോടിയാണ് ഇന്നലെ ബജറ്റിൽ ധനമന്ത്രി വകയിരുത്തിയത്. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടെന്നായിരുന്നു എന്നാണ് ഭക്ഷ്യമന്ത്രി പരോക്ഷമായി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ധനമന്ത്രിയുമായി ചർച്ചകൾ നടത്തുമെന്നും GR അനിൽ പറഞ്ഞു. വാക്കുകളിലേക്ക്. സപ്ലൈകോയുടെ നവീകരണത്തിനായിട്ട് ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈകോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. എന്താണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ഇന്നത്തെ സ്ഥിതി? ഈ പറയുന്ന സർക്കാർ വാനോളം പുകഴ്ത്തിയൊക്കെ തന്നെ സ്ഥാപിച്ച സബ്സിഡി ഇനത്തിലെ നിരക്കുകൾ നമുക്ക് സാധാരണക്കാർക്ക് ലഭ്യമാണോ എന്ന് നമുക്കൊന്ന് നേരിട്ട് അറിയാം. ഞങ്ങളുടെ പ്രതിനിധി രഘുനാഥ് നാരായണൻ സപ്ലൈകോയ്ക്ക് മുന്നിൽ നിന്നും ചേരുന്നുണ്ട്. രഘു, ഏത് സപ്ലൈകോയ്ക്ക് മുന്നിലാണുള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? ഏത് സപ്ലൈകോയ്ക്ക് അകത്താണ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനമാണ് പൊതുവെ വകുപ്പ് മന്ത്രിക്കുള്ളത്. ഏതെങ്കിലും സപ്ലൈകോയിൽ പോയി എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ ചില പാവപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഉള്ളൊരു പ്രതികാര നടപടി ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഏത് സപ്ലൈകോ ആണെന്ന് തൽക്കാലം പറയുന്നില്ല. നമുക്ക് ഏതൊക്കെയാണ് സർക്കാർ നൽകുന്ന സബ്സിഡി സാധനങ്ങൾ ആദ്യമേ ഒന്നുകൂടെ നോക്കാം. അരി, മല്ലി, മുളക്, ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ, പഞ്ചസാര, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ എന്നീ 10 സാധനങ്ങളാണ് സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകുന്നത്. അതായത് പൊതുവിപണിയിൽ നിന്ന് പകുതിയോളം. ഇപ്പോൾ 43-44 രൂപയ്ക്കാണ് അരി പൊതുവിപണിയിലുള്ളതെങ്കിൽ ഇതൊക്കെ ഒരു 22-23 രൂപയ്ക്ക് നമുക്ക് സപ്ലൈകോയിൽ നിന്ന് കിട്ടും. എല്ലാ സാധനങ്ങൾക്കും ശരാശരി പകുതി അല്ലെങ്കിൽ ഒരു 70% വില മാത്രം സാധാരണക്കാർ നൽകിയാൽ മതി. ഓണത്തിന് ശേഷം പൊതുവെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലുള്ള സ്ഥിതി എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ആകെ ഇവിടെ സബ്സിഡി ഇനത്തിലുള്ളത് വെളിച്ചെണ്ണ മാത്രമാണ്. ചേച്ചി എന്തൊക്കെ സാധനം വാങ്ങി? സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്തായാലും ആയിക്കോട്ടെ. അതായത് നിലവിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ. മറ്റ് 9 സാധനങ്ങളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അരി ഉൾപ്പെടെയുള്ള ഇവിടെ അരിയുണ്ട്. മന്ത്രി പറയും ചിലപ്പോൾ ഇവിടെ അരി ഉണ്ടെന്ന് പറയും. അരി ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. സാധാരണ നിരക്കിൽ സബ്സിഡി നിരക്കിലാണ് അരി ഉള്ളതെങ്കിൽ 23 രൂപ കൊടുത്താൽ മതി. ഇപ്പോൾ 45 രൂപ കൊടുക്കണം. അങ്ങനെ സബ്സിഡി നിരക്കിൽ യാതൊരു വിധമായ സാധനങ്ങളുമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ 10 ലക്ഷം രൂപ ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിഭാഗം സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്, അത്യാവശ്യം വൃത്തിയുള്ള പരിസ്ഥിതിയൊക്കെയാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടത് വിപണിയിലാണ്, വിലക്കയറ്റത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സാധനങ്ങളുടെ വില കൂടുന്നു, കറണ്ട് ബില്ല് കൂടുന്നു, വൈദ്യുതി ഒപ്പം തന്നെ പെട്രോളിൻ്റെ നിരക്ക് കൂടുന്നു. സാധാരണക്കാർ പറയുന്നത് പോലെ തന്നെ മദ്യത്തിൻ്റെ നിരക്കും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് അല്പമെങ്കിലും ആശ്വാസമെന്ന് പറയുന്നത് ഈ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ 1000 രൂപ മുടക്കി പൊതുവിപണിയിൽ നിന്ന് ഈ അരിയും പഞ്ചസാരയും ഉഴുന്നും ഒക്കെ മേടിക്കുമ്പോൾ 1000 രൂപ ആകുമെങ്കിൽ സപ്ലൈകോയിൽ ഒരു 500-600 രൂപയ്ക്ക് ഈ സാധനമെല്ലാം കിട്ടും. ഓണത്തിന് ശേഷം പരിതാപകരമാണ് സ്ഥിതി. വളരെ ഇടയ്ക്കൊക്കെ ചർച്ചയൊക്കെ നടത്തി ഇതേ നിലയിൽ സബ്സിഡിയൊക്കെ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിരക്ക് വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എത്രയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനം കുറച്ച് ആളുകൾക്ക് സാധനം കൊടുക്കാൻ സാധിക്കും എന്നൊന്നും ഇതുവരെ ഒരു വ്യക്തതയുമില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഏത് സപ്ലൈകോയിൽ പോയാലും ഇതാണ് പൊതുവിലെ ഒരു അവസ്ഥ. ശരി, രഘുനാഥാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. രഘുനാഥ് ആലപ്പുഴയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് അങ്ങ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള ഔട്ട്ലെറ്റുകളും നോക്കുമ്പോഴൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ കിടക്കാം. റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധിയും തത്സമയം ചെയ്യുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഈ സർക്കാരിനൊരു പ്രതീക്ഷയുണ്ട്, ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഈ സർക്കാരിനെ കുറിച്ച്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേണം എന്ന് പരിമിതമായ ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുന്ന വാക്കിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രീതിയിലല്ലേ ഇപ്പോൾ സർക്കാരിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ബജറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. 10 കോടി, അതും നവീകരണത്തിന് എന്ന പേരിലാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംവിധാനം അടച്ചു പൂട്ടേണ്ട, ഷട്ടറിടേണ്ട സ്ഥിതിയിലാണ് ശ്രീ റെജി ലൂക്കോസ്. പാവങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ
ഈ സർക്കാരിന്റെ പ്രതിബദ്ധത ആരോടാണ് ശ്രീ റെജി ലൂക്കോസ് ഇതിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തിയാൽ? അല്ല, കഴിഞ്ഞ 7.25 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാരാണ്. ഈ 7.25 വർഷത്തിനിടെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളതാണ് ഇപ്പൊ പ്രതീക്ഷ അവതരിപ്പിച്ചു വരുന്നത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ GRL പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, അത് കൂടാണ്ട് തന്നെ നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ബൈറ്റ് ലൈവായിട്ട് കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പിന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ധനമന്ത്രി പിന്നെ KN ബാലഗോപാലുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് എന്ത് നെഗറ്റീവ് വശമുള്ളത്? അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള വശമല്ലേ പറഞ്ഞത്? അതുപോലെ ബഡ്ജറ്റിന് ശേഷം മിക്കവാറും എല്ലാ മന്ത്രിമാരും അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് പോയി കണ്ട് ചർച്ച ചെയ്യാന്നുള്ള പതിവ് സംഘം തന്നെയാണ്. അത് നമ്മുടെ മുന്നിലുള്ള ഒരു പൊതുസമക്ഷം വെക്കുന്ന ഒരു കണക്കാണ്, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വെക്കുന്ന ഒരു കണക്കാണ്. ആ കണക്കിൽ എന്തുണ്ട് ഈ മേഖലയ്ക്ക്, എന്തുണ്ട് അവകാശപ്പെടാനോ അല്ലെങ്കിൽ ജനക്ഷേമപരമായിട്ടുള്ള? നമുക്ക് ഇപ്പറയുന്ന ഇതൊന്നും വക്രീകരിച്ചുള്ള വാർത്തകളല്ല. എനിക്ക് തോന്നുന്നു റെജി ലൂക്കോസും ഈ സപ്ലൈയൊക്കെ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കാം. കാരണം കോട്ടയത്തൊക്കെയുള്ള നമുക്കെല്ലാവർക്കും ചെന്ന് ഒരു പക്ഷേ എത്താൻ കഴിയുന്ന ഒരു മേഖലയാണ്. ആളുകളെ സംബന്ധിച്ചോളം കുടുംബ ബജറ്റൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് മുന്നിലില്ല, ഒന്നുമില്ല ശ്രീ റെജി ലൂക്കോസ്. അത് നമ്മൾ യാഥാർത്ഥ്യം മറന്നുകൂടല്ലോ. അപ്പോൾ എന്താണ് ഈ കണക്ക് വെച്ച് ജനങ്ങളോട് പറയാനുള്ളത്? പ്രതീക്ഷ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇപ്പൊ ഞാൻ മാത്രമല്ല, മിക്കവാറും എല്ലാവരും തന്നെ പഴയ പോലെ അല്ല ഇപ്പം പിന്നെ സപ്ലൈകോയെ ആശ്രയിക്കുന്നവരാണ്. നല്ലൊരു ശതമാനം പണ്ട് റേഷൻ കടയിൽ തിരിഞ്ഞു നോക്കാത്ത ഒരാളുകളും റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നു, മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതൊരു വസ്തുത തന്നെയാണ്. അതൊക്കെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജനങ്ങളിലേക്ക്, പൊതുസമൂഹത്തിന് മുമ്പിൽ യാതൊരു വേർതിരിവും ഇല്ലാതെ സർക്കാർ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് അതുപോലുള്ള വസ്തുക്കൾ സബ്സിഡി ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഗവൺമെന്റിന്റെ ഗരിമ പറയണ്ട, നമുക്ക് പുതുതായി എന്ത് കൊടുക്കാൻ കഴിയും ശ്രീ റെജി ലൂക്കോസ്? കാരണം നമുക്ക് 2010 മുതലുള്ള കുടിശ്ശിക 1550 കോടി രൂപ, 1525 കോടി രൂപ കിട്ടാനുള്ളത് സർക്കാർ ഇവർക്ക് നൽകാനുള്ളത്. പിന്നീട് ഈ നവീകരണത്തിന് 10 കോടി എന്നത് മാത്രം, ഒരു ഔട്ട്ലെറ്റിന്റെ നവീകരണം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞില്ല. പിന്നെ വിപണി ഇടപെടൽ, പൊതു ബജറ്റിൽ പറഞ്ഞ 205 കോടി വിപണി ഇടപെടൽ. ഈ സംവിധാനത്തിലേക്ക് എത്ര പൈസ മാറ്റിവെച്ചു? കണക്കുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, പ്രതീക്ഷ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, റേഷൻ സബ്സിഡി, റേഷൻ കടകളിൽ വിതരണം അരി, ഇവയിലെല്ലാം ഒരു ചെറിയ ശതമാനം കേന്ദ്ര സർക്കാരിനെ ഒഴിച്ച ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാരുകളാണ് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടത് വലത് സർക്കാരുകൾ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പം പിന്നെ സപ്ലൈകോയുടെ ചില ഔട്ട്ലെറ്റുകളിൽ പിന്നെ കുറച്ച് വസ്തുക്കൾ സ്കേഴ്സിറ്റി ഉണ്ട്, അഭാവമുണ്ട്, സത്യം. അത് മന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ. കാരണം എന്തുകൊണ്ട്? ഇപ്പൊ ഒരു ഉദാഹരണം, അരിയുടെ വില സംബന്ധിച്ചോളം മന്ത്രി GRL പരസ്യമായിട്ട് തന്നെ പറഞ്ഞ് വില കൂടേണ്ട സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പറയുന്നില്ലല്ലോ. ആ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമല്ലേ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അല്ല, ഞാൻ 500 കോടി ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൈത്താങ്ങാകുമായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ടില്ല. കാരണം കൊടുത്തിരുന്നെങ്കിൽ ഒരു കൈത്താങ്ങാണ് ഈ സംവിധാനത്തിന്. താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ബാധ്യത എന്ന് വെച്ചൊഴിയാം. പക്ഷെ ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ജനക്ഷേമമാണെങ്കിൽ അത് ഇടത് സർക്കാരിൻ്റെ മുഖമാണ്. ഇത്തരം സംവിധാനങ്ങൾ, മാവേലി സ്റ്റോറൊക്കെ ഈ സർക്കാരിൻ്റെ ഇടതിൻ്റെ മുഖമാണ്. ഇത്തരത്തിലുള്ള ഈ സബ്സിഡിയോടുകൂടിയുള്ള സാധനങ്ങൾ നൽകുക എന്ന് സാധാരണക്കാരൻ അവിടെ പോയിട്ട് കൈമലർത്തി പോകുന്ന കാഴ്ച, അതിന് എന്ത് ഉത്തരവ് നൽകും ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിനുള്ള ആൻസർ ഒന്ന് പൂർത്തീകരിച്ചോട്ടല്ലേ, അത് കൺഫ്യൂഷൻ ആവും. അതായത് സാധാരണ ഈ സീസൺ കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇപ്പൊ പിന്നെ ഉത്സവ സീസണുകളൊക്കെ വരുന്ന സമയങ്ങളിൽ, ഓണത്തിനായാലും അരി ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ FCI ഗോഡൌണിൽ നിന്ന് ലേലത്തിൽ വിളിച്ചിട്ടാണ് അരി കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത്തവണ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നു, എന്താ, സംസ്ഥാന സർക്കാരുകളോ അവരുടെ ഏജൻസികളോ റേഷന്റെ ഈ അരി ലേലത്തിൽ വിളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സ്വകാര്യ വ്യക്തികളായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുക. അതെന്തൊരു വിചിത്രമായ ക്രൂരമായ നടപടിയാണ്. അതുകൊണ്ടാണ് അരിയെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി GRL പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളതെല്ലാം അത് മറക്കുവാണ്. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന വിഷമില്ലാത്തതുകൊണ്ട് അത് മറക്കാൻ പറ്റത്തില്ല. അതൊരു വസ്തുതയല്ലേ? അപ്പൊ എന്ത് പറഞ്ഞാലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാരണം FCI ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും സംസ്ഥാന സർക്കാരുകൾക്ക് കാലാകാലങ്ങളായിട്ട് സപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ. ശരി, ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ MK ഹരിദാസ്,
ഈ പൊതുജനക്ഷേമം എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാർ പലകുറി ആവർത്തിക്കുകയും അങ്ങനെ ഒരു പ്രകടന പത്രികയിൽ പോലും ഊന്നിയാണ് മുന്നോട്ട് വരുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണോ പ്രതീക്ഷിച്ചത്? റെജി ലൂക്കോസ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഭക്ഷ്യമന്ത്രിക്ക് ഒരു ധനമന്ത്രിയെ കണ്ടാൽ എന്ത് എന്നല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ കണക്ക് വെച്ചുണ്ട്. നവീകരണത്തിനായി 10 കോടി രൂപ, ഇതേ 10 കോടി രൂപയാണ് നമ്മുടെ കേരളീയം പരിപാടിക്കും മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നൽകുന്ന പരിഗണനയും ഈ ജനങ്ങളെ ഇത്രത്തോളം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമായ ഒരു സംവിധാനത്തോടുള്ള പരിഗണനയും നമ്മൾ എങ്ങനെ വേണം ചിന്തിക്കാൻ? ശ്രീ എം കെ ഹരിദാസ്. ആദ്യം തന്നെ പറയട്ടെ പ്രതീക്ഷ, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്രഹസനം ആദ്യം നിർത്തണം. നമ്മളിപ്പോൾ അടുത്ത കൊല്ലം ഈ സമയത്ത് ഞാൻ മാർച്ചിലാണ് ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്, ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ അടുത്ത കൊല്ലം ജനുവരിയിലെ ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിലെ ചെലവുകളും ഈ ബഡ്ജറ്റിലെ റവന്യൂ വരുമാനവും എന്തായി എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന മറുപടി അതൊക്കെ വെറും കടലാസ് രേഖകളായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഒന്നും പ്രഖ്യാപിച്ച മാതിരി തന്നെ ഒരു കാര്യങ്ങളും നടത്തില്ല. ഞാൻ ഒരു ഉദാഹരണം താങ്കളോട് പറയാം. 2009 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ വിദഗ്ധൻ പറഞ്ഞിരുന്നത് മലമ്പുഴയിലെ മണ്ണ്, ഡാമിൽ അടിഞ്ഞുകൂടിയ മണ്ണ് ശേഖരിച്ച് വിറ്റിട്ട് 1194 കോടി രൂപ വരുമാനം ഉണ്ടാക്കുമെന്നാണ്. ഈയിടെ കിട്ടിയ വിവരാവകാശ അപേക്ഷയിൽ 194 രൂപ ആ ഇനത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അതിലേക്കല്ല വരുന്നത്. ഈ ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്ന പ്രഹസനം ആദ്യം നിർത്തണം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിനല്ല, ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കൂടുതൽ ജനങ്ങൾ ഈ 7 വർഷം കൊണ്ട് റേഷൻ കടകളെയും ഇത്തരത്തിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയും ആശ്രയിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട് മന്ത്രി ശ്രീ ജി ആർ അനിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജി ആർ അനിൽ, കാരണം ജനങ്ങൾ വല്ലാതെ നരകിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതൊരു ക്യാമ്പയിൻ എന്ന പോലെ പലകുറി നമ്മൾ ഇത് ജനപക്ഷത്തിലേക്കും സർക്കാരിൻ്റെ മുന്നിലേക്കൊക്കെ ഈ സപ്ലൈകോ വിഷയം എത്തിച്ചതാണ്. ഇപ്പോൾ ഷട്ടർ ഇടേണ്ട അവസ്ഥയിലാണ് സാർ. എങ്ങനെയാണ് ഒരു ഇടപെടൽ നടത്താൻ സാധ്യമായത്? എന്തെങ്കിലും ഉണ്ടോ അങ്ങയുടെ മുന്നിൽ? എന്തെങ്കിലും ഒരു ഫോർമുലയുണ്ടോ അങ്ങയുടെ മുന്നിൽ? അതെ, പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അത് കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ പൊതുവിലുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലാതെ അതൊന്നൊരു യാഥാർത്ഥ്യം അല്ലാത്തതല്ല. അത് പരിഹരിക്കാനും അതിനനുസരിച്ചുള്ള നടപടികൾ നീക്കുകയാണ് ഗവൺമെന്റും സപ്ലൈകോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, സപ്ലൈകോയുടെ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഔട്ട്ലെറ്റുകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയോ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. അതൊക്കെ തെറ്റായ വാർത്തയാണ്. അല്ല, നമ്മൾ പറഞ്ഞത് അതല്ല. മിനിസ്റ്റർ ഒരു കാര്യം വെച്ചാൽ, ഈ പോകുന്ന ആളുകൾക്കൊന്നും അവിടെ ഈ പറയുന്ന സബ്സിഡി സാധനങ്ങളൊന്നും കിട്ടാതെ പോവുകയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ സ്ഥാപനം കൊണ്ട് എന്താണ് ഗുണമെന്ന് അവർ ചോദിച്ചാൽ തെറ്റി പറയാൻ കഴിയുമോ? അത് ചില സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മള് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് പരിഹരിക്കുകയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ക്ലോസ് ചെയ്യലല്ല ഗവൺമെന്റ് നയം. ഗവൺമെന്റ് മെച്ചപ്പെട്ട നിലയിലേക്ക് അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും മിനിസ്റ്റർ, ഈ 1525 മറ്റോ കോടിയാണെന്ന് തോന്നില്ല. അതിന് കണക്ക് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അപ്പോൾ ഈ കിട്ടാനുള്ളത് ധനവകുപ്പിൽ നിന്ന്, അപ്പോൾ നമുക്ക് ഈ കരാറുകാർക്കൊക്കെ വിതരണക്കാർക്ക് 750 കോടി രൂപ കിട്ടാനുണ്ട്. അതുപോലെ കരാറുകാർക്ക്, അപ്പോൾ അവരൊക്കെ പിൻവാങ്ങുന്ന സ്ഥിതിയാണ്. അവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു ഗതികേട്, അല്ലെങ്കിൽ അവർക്ക് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സംവിധാനത്തോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കണക്ടിവിറ്റി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് പോകൂ. നമുക്ക് മുന്നിൽ ഒരു ബി പ്ലാൻ, നേരത്തെ ധനമന്ത്രി പറഞ്ഞതുപോലെ ബി പ്ലാൻ എന്നത് അങ്ങേക്ക് ഇപ്പൊ തേടേണ്ടി വരുന്ന അവസ്ഥയാണ്. അല്ല, നമ്മൾ കാണേണ്ടുന്നത് ഇത്തരം ഘട്ടങ്ങളിലെ സാധാരണ മറ്റ് ഗവൺമെന്റുകൾ എടുക്കുന്ന സമീപനം എന്താ? എന്നാൽ അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ സപ്ലൈകോയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അല്ലാതെ സപ്ലൈകോയെ തകർക്കാനോ സപ്ലൈകോയെ പ്രവർത്തനം ചുരുക്കാനോ അല്ല ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിൽ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമാകുന്ന തരത്തിൽ മാർക്കറ്റിലെ വില വർധനയിൽ നിന്ന് ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കാൻ. മിനിസ്റ്റർ, ഒരു കാര്യം, ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് ആശ്രയമായിട്ട് അവരുടെ മുന്നിലുള്ള ഒരു സംവിധാനമാണ്. പലരും അങ്ങേ ഇപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അവരോട് പറയാനുള്ളതാണ് എന്താണ്? ഒരു ഡെഡ് ലൈൻ ആ പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചെന്നാൽ ഈ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ അവർക്ക് ഉറപ്പായും എല്ലാം കിട്ടുന്ന ഒരു കാലം വരുമോ മിനിസ്റ്റർ? അതിനുള്ള പരിശ്രമമാണല്ലോ നടക്കുന്നത്. ആ പരിശ്രമത്തിൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ്. സപ്ലൈകോ ജനങ്ങൾക്ക് കൂടെ കാലതാമസമില്ലാതെ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഈ ബജറ്റിലെ 10 കോടി എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് മാത്രമാണ്. അപ്പോൾ അത് പര്യാപ്തമാണോ മിനിസ്റ്റർ? അത് പര്യാപ്തമാണോ?
മിനിസ്റ്റർ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണമാണ്. അത് കഴിഞ്ഞ 4 വർഷമായി ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് സപ്ലൈകോയുടെ ചെറിയ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി ബഡ്ജറ്റ് വിഹിതമായി 10 കോടി വയ്ക്കാറുണ്ട്. ഇത്തവണയും വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ അത് അതിനെ കളിയാക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുത്ത് പ്രചരിപ്പിക്കുക. അല്ല, അങ്ങയുടെ ബുദ്ധിമുട്ടും ഞാനിന്ന് ബൈറ്റിൽ കേട്ടപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. കാരണം ഈ സർക്കാരിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അത് നിറവേറ്റുന്നതിൽ തക്കതായ കുറച്ചുകൂടി ഇടപെടൽ വേണമെന്ന്. അപ്പോൾ അതിന് അനിവാര്യമായ ഒരു സംഖ്യ അല്ലല്ലോ ഇത്. അല്ലല്ല, ആ തുകയല്ല. മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അത് നിങ്ങൾ അതുണ്ട്. അല്ല, അത് 205 കോടി വിപണി ഇടപെടൽ 205 കോടി ഉണ്ട്. അതെ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുകയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ഈ സപ്ലൈ സംവിധാനങ്ങൾ പര്യാപ്തമാകുന്നില്ല. ഇത് രണ്ടും ഇത് ഇങ്ങനെ ആണെങ്കിൽ പോലും ബഡ്ജറ്റിന് പുറത്ത് മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിലും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് 6000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി കൊടുത്തു. അത് ബഡ്ജറ്റ് വിഹിതം വെച്ചുകൊണ്ടല്ല. അല്ല, അത് കിറ്റിന്റെ കാര്യത്തിൽ അതിൽ ഉൾക്കൊള്ളിച്ചു. അത് അതിൽ ഓൾട്ടർനേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നതല്ലേ, നമ്മൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പര്യാപ്തമല്ല സാർ. മിനിസ്റ്റർ ഞാൻ പറഞ്ഞത്, ഞാൻ ഇടപെടുകയല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ള ഈ കണക്ക് ഈ സംഭരണത്തിന് ഈ നെല്ല് സംഭരണത്തിന് ഞാൻ വേറെ പറഞ്ഞു, അത് വേറെ തുകയാണ്. അത് കൂടാതെ അത് കിഴിച്ചുള്ള തുകയാണ് ഈ പറഞ്ഞ 1525 എന്നുള്ളത്. നിങ്ങൾ അതിന്റെ വസ്തുത കൂടെ ഒന്ന് പറഞ്ഞേക്കൂ. ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ബഡ്ജറ്റ് വിഹിതത്തിന് പുറമേ തന്നെ ആവശ്യഘട്ടങ്ങൾ എന്താണെന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും സ്വീകരിക്കുക, അതിൽ യാതൊരു തർക്കവുമില്ല. പ്രളയം സമയത്ത് ബഡ്ജറ്റ് വിഹിതം നോക്കിയിട്ടാണോ ചെയ്തത്? അല്ലല്ലോ. പരിമിതമാണെന്നുള്ള വിമർശനത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നൊന്നുമില്ല. ഇത് എന്നാൽ കൂടുതൽ തുക വയ്ക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഗവൺമെന്റ് വയ്ക്കുകയും ചെയ്യും. അതിൽ സംശയം. തീർച്ചയായും ധനമന്ത്രിയുമായിട്ട് സംസാരിക്കും. അതെ, അത് 2 വകുപ്പല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങൾ വന്നാൽ ഇത് കാണേണ്ടിയിരുന്നല്ലേ മിനിസ്റ്റർ? ധനമന്ത്രി ഇത് കാണേണ്ടിയിരുന്നല്ലേ? ഉൾക്കാഴ്ചയോടെ ഇടപെടണമായിരുന്നല്ലോ ഇതിൽ. അത് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ധനമന്ത്രി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അറിയുന്ന ഒരു മന്ത്രിയാണ് ഞാൻ. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാട്ടുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കാണുകയാണ്. അല്ല, ഇതിലും കേന്ദ്രത്തിലാണ് പ്രശ്നം. ഇത് വിഷയം സപ്ലൈകോയിലടക്കം കേന്ദ്രത്തിന്റെ ആണോ മിനിസ്റ്റർ പ്രശ്നം? അതെ, കേരളത്തിന്റെ പൊതു സാമ്പത്തിക പ്രയാസങ്ങൾ സപ്ലൈകോയെ ബാധിക്കും, പെൻഷനെ ബാധിക്കും, എല്ലാ മേഖലകളെയും ബാധിക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾ ആകെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്പ്ലിറ്റപ്പ് വരുമ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ടാണ് വരുന്നത്. അല്ല, അതൊക്കെ ശരിയാ. ഇതെല്ലാം കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതു ധനസ്ഥിതിക്ക് അനുസരിച്ച് ബാധിച്ചതാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളോട് ഞങ്ങൾ അത് തന്നെ പറയുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം കേന്ദ്രം സഹായിക്കേണ്ടതാണ്, മറ്റൊരു ഭാഗം കേരളം കണ്ടെത്തേണ്ടതാണ്. കേരളം കണ്ടെത്തുന്ന കാര്യത്തിൽ, നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇന്നലത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, 78,000 കോടി രൂപ ഈ സാമ്പത്തിക വർഷമാകുമ്പോൾ നമുക്ക് നികുതി പിരിവിലൂടെ റെക്കോർഡാണ് ഇത്തവണത്തെ ഉണ്ടായത്. തീർച്ചയായും മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും സപ്ലൈകോയെ അടക്കം ആശ്രയിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അതെ, ജനങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. പൊതുമേഖലാ സംരംഭങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നയപരമായി ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പൊതുമേഖലയെ സംരക്ഷിക്കുകയല്ല, കേരളത്തിലെ സപ്ലൈകോ അടക്കമുള്ള പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിന്റെ കാരണം ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായതുകൊണ്ടാണ്. ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ശരി, വളരെ നന്ദി മിനിസ്റ്റർ, വളരെ നന്ദി. മിനിസ്റ്റർ അങ്ങനെ ഒരു ഉറപ്പാണ് നൽകുന്നത്. തീർച്ചയായും ഇടപെടൽ ഉണ്ടാകും. ഇപ്പോഴത്തെ അളവിലുള്ള ഈ അലോക്കേഷൻ അത് ഒരർത്ഥത്തിലും പര്യാപ്തമല്ല എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇടപെടൽ ഉണ്ടാകും, ശ്രമിക്കുമെന്നാണ് CPയുടെ കൂടി ഭാഗമായിട്ടുള്ള മന്ത്രി വ്യക്തമാക്കിയത്. അതിഥികളിലേക്ക് ശ്രീ MK ഹരിദാസ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് മിനിസ്റ്ററെ കണക്ട് ആയത്. അവരിലേക്കൊക്കെ നമുക്കെത്താൻ ചെറിയ ഇടവേളയെടുത്ത ശേഷം. മാതൃഭൂമി ന്യൂസ് ബ്രോട്ട് യു ബൈ ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കൂ വെറും 72 മാസത്തിനുള്ളിൽ. പബ്ലിക് ഇഷ്യൂ സെക്യൂർഡ് നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. 60 മാസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 11% വരെ വാർഷിക പലിശ. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSTയിൽ പഠിക്കൂ. അഭിവൃദ്ധിയുടെ പാതയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സുപ്ര പസഫിക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ പകരുന്നു. സുപ്ര പസഫിക് ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, പവറിംഗ് പ്രോഗ്രസ്, an NBFC with shares listed at BSE. मोदी सरकार की गारंटी
Nal Se Jal at every household. More than 14 crore tap water connections so far. Hamara Sankalp Vikasit Bharat. കാലാവസ്ഥ എത്ര മാറി വന്നാലും വീടിന്റെ സംരക്ഷണത്തിന് വേണം യൂറോഗാർഡ് UPVC റെയിൻ വാട്ടർ ഗട്ടർ. അപ്പൊ എങ്ങനെ യൂറോഗാർഡ് വെക്കുമല്ലേ? തലമുറകളോളം തലയെടുപ്പോടെ. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കൂ വെറും 72 മാസത്തിനുള്ളിൽ. Intel Money, we care for your needs. Steelex TMT steel bars with Thermex technology. കരുത്തോടെ മുന്നേറാം. മാതൃഭൂമി ന്യൂസ് ഷോക്ക് ക്രെഡിറ്റ്സ്. തലമുറകളുടെ പാരമ്പര്യം. ജോസ്കോ ജ്വല്ലേഴ്സ്. തുരുമ്പിനെ തുരത്താൻ ആംകോസ് ആംപോക്സി. MK ഹരിദാസിലേക്ക്. ശ്രീ MK ഹരിദാസ്, 2011 മുതൽ 16 വരെ ഉള്ള ഒരു കുടിശ്ശിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വരുമ്പോൾ 349 കോടി രൂപ അന്നത്തെ ആ സമയത്ത് ഒരു കുടിശ്ശികയാണ്, ആ 11 മുതൽ 16 വരെ. അപ്പോൾ അതിനുശേഷം പിന്നീട് കുടിശ്ശിക ഗണ്യമായി തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കിട്ടാതെ 1525 എത്തിയിരിക്കുകയാണ്. ഞാൻ നെല്ല് സംഭരണത്തിൻ്റെ ഈ കുടിശ്ശിക അത് വേറെ ഗണത്തിലാണ്. അപ്പോൾ കണക്കുകളൊക്കെ നോക്കുമ്പോൾ നേരത്തെ മന്ത്രിക്ക് പറയാൻ കഴിയുന്ന പരിമിതമായ സാഹചര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവസ്ഥ എന്താണ് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? കൂട്ടുത്തരവാദിത്വമുള്ള ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന നിലയിലും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം എന്ന നിലയിലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നുമല്ല എന്ന് പറയുന്ന മന്ത്രിക്കും കേരളത്തിലെ കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പൊതുവിതരണ സമ്പ്രദായത്തിലെ സപ്ലൈകോന് നൽകിയിട്ടുള്ള പ്രാധാന്യവും സപ്ലൈകോയെ കൊണ്ടു നടക്കാൻ അവർ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിയും അതിനുശേഷം വന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരും പിന്നീടുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാരും അതിനുവേണ്ട കാര്യക്ഷമമായിട്ടുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ നിലവിലെ അവസ്ഥയിൽ. MK ഹരിദാസിലേക്ക് വരാം. സംഗതി പറഞ്ഞോളൂ സാർ, തുറന്നോളൂ ശ്രീ ഹരിദാസ്, തുറന്നോളൂ. അപ്പൊ അത് നിസ്സാരമായിട്ടുള്ള ഒരു നമ്മൾ പറയില്ല ശ്രദ്ധ കുറവല്ല, അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാര്യത്തിൽ വളരെ നിസ്സാരമായിട്ട് ഇടപെട്ടതിന്റെ ദോഷമാണ് നമ്മൾ കാണുന്നത്. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ ജനങ്ങൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളെയും റേഷൻ കടകളെയും ഇവിടെ ആശ്രയിക്കാൻ തുടങ്ങി പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരത്തിൽ വന്നപ്പോൾ. അപ്പൊ ശ്രീ റെജി ലൂക്കോസ്, അതിൽ നമുക്ക് വേറൊരു വശമുണ്ട്. അതായത് പൊതുവിപണിയിൽ നിന്നും ഒന്നും വാങ്ങിയിട്ട് സാധാരണക്കാരായ ഒരു മിതവരുമാനക്കാർക്ക് പോലും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമായി കേരളത്തിലെ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന സംഗതി നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? പൊതുവിപണിയിൽ നിന്നും ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കേര കർഷകനാണ്. എനിക്ക് ഗുരുവായൂർ എനിക്കൊരു 10-60 സെന്റ് ഭൂമിയിൽ തെങ്ങ് കൃഷിയുണ്ട്. ആ തെങ്ങുകളിലെ നിന്ന് കിട്ടുന്ന തേങ്ങയ്ക്ക് എനിക്ക് 9 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ ഒരു തേങ്ങ വാങ്ങുന്നത് 22 രൂപയ്ക്ക് 23 രൂപയ്ക്കുമാണ്. അപ്പൊ ഇടനിലക്കാര് ഈ പൊതുവിപണിയെ കൊള്ളയടിക്കുന്നത് തടയാൻ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനായിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് തന്നെ നമ്മൾ കാണണ്ടേ? അതുപോലെ തന്നെയാണ് ഈ സപ്ലൈകോയിൽ വന്നിട്ട് ഈ കഴിഞ്ഞ ഓണക്കാലത്തിന്റെ കാര്യം പറഞ്ഞു. ശ്രീ പ്രതീഷിന്റെ റിപ്പോർട്ടർ പറഞ്ഞു ഓണക്കാലം മുതലൊന്നുമല്ല, ഏകദേശം കഴിഞ്ഞ ജൂൺ മുതൽ ഈ 13 സബ്സിഡി സാധനങ്ങളുടെ റാക്കുകൾ മിക്ക അതിപ്പോ 1-2 സപ്ലൈകോന്റെ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നുള്ള കാര്യത്തിന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളിലൊക്കെ തന്നെയും ഈ 13 സബ്സിഡി സാധനങ്ങളുടെ റാക്ക് കാലിയായി കിടക്കുന്ന കാഴ്ച നിങ്ങൾ മാതൃഭൂമി മാത്രമല്ല മറ്റു ചാനലുകൾ, മാതൃഭൂമി പോകുന്ന ഔട്ട്ലെറ്റിലല്ല മറ്റൊരു ചാനലുകാർ പോവുക. അപ്പൊ അവിടെയൊക്കെ കാണിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം ഈ കഴിഞ്ഞ 6 മാസമായിട്ട് പരിഹരിക്കാൻ സാധിച്ചില്ല? 10 കോടി രൂപ നവീകരണത്തിന് സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകൾ നവീകരിക്കണമെന്ന് ഇവിടെ ആർക്കാണ് നിർബന്ധമുള്ളത്? അവിടെ കസാലയും മേശയും നിരത്തിയിട്ട് സാധനങ്ങൾ ഇല്ലെന്ന് കണ്ട് തലയ്ക്ക് കൈവച്ചിരിക്കാനാണോ ഈ മന്ത്രിയുടെ ഈ നവീകരണത്തിനുള്ള 10 കോടി കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? പിന്നെ പ്രതീക്ഷ വലിയൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ അരിവില കുതിച്ചുയരുകയാണ്. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ 2 നേരത്തെ അല്ല 3 നേരത്തെ ഭക്ഷണം, രാവിലെ കഞ്ഞി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ചോറുന്നു, രാത്രിയും ചോറുന്നു. ഈ അരിവില കുത്തനെ കുതിച്ചുയരുന്ന കാര്യം അവസാനമായി, കാരണം ഇനി കാര്യങ്ങൾ ഈ ഭക്ഷ്യമന്ത്രിക്കും വ്യക്തമായിട്ടുണ്ട് ഇത് പരിമിതമാണ് എന്നുള്ള കാര്യം. ഇനി 12-ാം തീയതി ബജറ്റ് പ്രസംഗത്തിലോ മറ്റോ വാക്കാൽ എന്തെങ്കിലും പരാമർശിച്ച് പോകുമോ? എന്തെങ്കിലും വിഹിതം പ്രതീക്ഷിക്കാമോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, കൃത്യമായിട്ടുള്ള മറുപടി ബഹുമാനപ്പെട്ട GRNL ഈ ചർച്ചക്കിടയിലും അദ്ദേഹം ടെലിഫോണിലൂടെ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഈ 10 കോടി രൂപ നവീകരണത്തെ കുറിച്ച് ആവർത്തിച്ച് ചർച്ചയിൽ പറയുന്നുണ്ട്. ഈ 10 കോടി രൂപ പിന്നെ സപ്ലൈകോയുടെ ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാനായിട്ട് സർക്കാർ മാറ്റി ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പ്രസ്ഥാനത്തിനോടുള്ള ആ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപെടുന്ന ആ സപ്ലൈകോ പോലുള്ള
സ്ഥാപനത്തിനോടുള്ള പ്രതിബദ്ധതയല്ലേ അവിടെ കാണിക്കുന്നത്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് ഒരു സർക്കാരിനെ ഈ രീതിയിൽ ഇകഴ്ത്തുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ നെഗറ്റീവ് അല്ല, സർക്കാരിന്റെ ഭാഗത്തുള്ള പോസിറ്റീവ്നെസ്സിനെയാണ് ജനങ്ങൾ എടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ആ മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക. കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹരിദാസ് സാറോട് പറഞ്ഞു. പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, പൊതുവിതരണ ശൃംഖലയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന് പിന്നെ കുറച്ചുകൂടെ കൂടി പണം അനുവദിക്കണമെന്നുള്ള മനോഭാവം അദ്ദേഹം പ്രകടിപ്പിച്ചത് തന്നെ അത് ആ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മയല്ല. അദ്ദേഹം ധനകാര്യമന്ത്രിയെ കാണും. അദ്ദേഹം മാത്രമല്ല, ബഡ്ജറ്റ് ഇനിയിപ്പോ ബഡ്ജറ്റ് സമ്മേളനത്തിനിടയ്ക്ക് അതിനകത്ത് ബഡ്ജറ്റ് ചർച്ച വരും, അതിനകത്ത് പല ഭേദഗതികളും വരും. ആ ഭേദഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതും എന്തായാലും നമുക്കത് പ്രതീക്ഷിക്കാം. ഈ പാവപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ആളുകളോട് അങ്ങനെ ഒരു കനിവ് എന്തായാലും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒഴിഞ്ഞ റാക്കുകൾ മാത്രമാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. സപ്ലൈകോയ്ക്ക് ഷട്ടറിടുമോ എന്ന വിഷയമാണ് പരിശോധിച്ചത്. ഇതിലാണ് മന്ത്രി തുറന്ന അതൃപ്തി മാതൃഭൂമിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു.